ആക്കാം. അപ്പം ഇതും ഒരു തിയറി ഒരു സൈഡിൽ തീരുകയും ചെയ്യും, മറ്റേത് ഒരു ഇതായിട്ട് നോക്കാനും പറ്റും. മറ്റേ സാധനം അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സാധനങ്ങൾ പറഞ്ഞില്ലേ, ഡേറ്റ് വന്നിട്ട് ഇതാ. ആ ആ ആ ആ ആ അയച്ചല്ലോ. അത് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ NCVT ഓൺലൈനിന്റെ ആ സൈറ്റിലെ അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിന്റെ ആപ്പ് വെച്ചിട്ട് പറഞ്ഞായിരുന്നോ? NCVTയുടെ ആപ്പ് കിട്ടും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എനിക്ക് തോന്നുന്നു തുടക്കം ഒരു 50 പോയിന്റ് എന്നാ കിട്ടും. അപ്പൊ ആ 50 പോയിന്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഇതിനെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ അൺലോക്ക് ചെയ്യുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ബാങ്കിനെ കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ again അതിനകത്ത് നിന്ന് വീണ്ടും പോയിന്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അത് വേറൊന്നുമില്ല. അത് അവര് തരുന്ന പോയിന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് വീണ്ടും പോയിന്റുകൾ കിട്ടും. കേട്ടില്ല? അത് പക്ഷെ ഇത് എന്താ പ്രത്യേകത, നിമിയുടെ ക്വസ്റ്റ്യന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് ഇത് വായിച്ചുകൊണ്ട് പോണ്ടേ. അതിനെക്കാട്ടി ഇതാകുമ്പോഴത്തേക്കും CBT പോലെ ഇത് നമുക്ക് മറ്റേ ഏണോസിനകത്തൊക്കെ പരീക്ഷ എഴുതുന്നില്ല, അപ്പൊ അതേപോലെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് പരീക്ഷ എഴുതും. ഇപ്പൊ നമുക്ക് ഒരു ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ആൻസർ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞു തരും. മനസ്സിലായില്ലേ? മറ്റേതൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യില്ലേ. അതെ മോക്ക് ടെസ്റ്റ്. അതെ, ഈ സാധനം അതാണ് NCVT ഓൺലൈൻ എന്ന് പറഞ്ഞ ആ ആപ്ലിക്കേഷനിൽ ആക്ച്വലി ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് ആണ് ഫുൾ ആൻഡ് ഫുൾ. അത് അവര് പറയുന്ന പ്രകാരമൊക്കെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സെഷനകത്ത് 560 ക്വസ്റ്റ്യൻ അടുപ്പിച്ചൊക്കെ കിട്ടും. അപ്പൊ അത് മതി. അതിൽ നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. മിക്കവാറുള്ള സാധനം അത് തന്നെ ആയിരിക്കും. അത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു 70 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് അതിനകത്ത് നിന്ന് തന്നെ ചോദിക്കുള്ളൂ. കേട്ടില്ല? എന്തായാലും കിട്ടും. അല്ല ഇതൊക്കെ കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഇതാവും. അതുണ്ട സ്ഥിതിക്ക് എന്തായാലും കിട്ടും. പിന്നെ ഇപ്പൊ വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനിയിപ്പം 1 വർഷം എടുക്കും ഇതിന്റെ എക്സാം നടക്കാൻ വേണ്ടി. അപ്പൊ സമയമുണ്ട് പഠിക്കാൻ. ശരി. എന്തായാലും ഇതാക്കാൻ പറ. എന്നിട്ട് ഇതിലോട്ട് വരാൻ പറ, കണ്ണൂരിലോട്ട് വരാൻ പറ. ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞത് ഈ ടൂളുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ടൂൾ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ടൂൾ പോസ്റ്റിലായിരുന്നു നിർത്തിയല്ലേ. ടൂളിനെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ടൂൾ പോസ്റ്റിൽ എങ്ങനെയാണ് വെക്കുന്നത്, അതുപോലെ തന്നെ ആ ടൂൾ പോസ്റ്റിന്റെ അതിൽ ഇതാക്കുന്ന പിടിപ്പിക്കുന്ന സെൻറ്ററിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിൽ നമ്മൾ നിർത്തി. ഇപ്പം നമ്മുടെ ടെയിൽ സ്റ്റോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ, ടെയിൽ സ്റ്റോക്കിന്റെ സംഭവം കഴിഞ്ഞു. അതിനുശേഷം ആദ്യം നമ്മൾ എടുത്ത സാധനം എന്ന് പറഞ്ഞാൽ 8ന്റെ ബെഡ് കഴിഞ്ഞിട്ട് ടെയിൽ സ്റ്റോക്ക് കഴിഞ്ഞ് കാരേജിന്റെ പുറത്ത്, അല്ലെങ്കിൽ കാരേജിന്റെ ഏറ്റവും മണ്ടക്കായിട്ടുള്ള പോർഷൻ ആയിട്ടുള്ള ടോപ്പ് സൈഡിന്റെ പുറത്തിരിക്കുന്ന ടൂൾ പോസ്റ്റ് നിർത്തി. അല്ല, ടൂൾ പഠിച്ചില്ല, എന്നാലും ടൂൾ പോസ്റ്റ് വരെയുള്ള സാധനം നിർത്തി. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോർഷനെ പറഞ്ഞ പേരായിരിക്കും ഹെഡ് സ്റ്റോക്ക്, അല്ലെ. ഹെഡ് സ്റ്റോക്ക്. അപ്പൊ ഹെഡ് സ്റ്റോക്ക് എവിടെയാ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്, അല്ലെ. ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഇരിക്കുന്ന യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ യൂണിറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഹെഡ് സ്റ്റോക്ക് വയ്ക്കുക. ഇനി നമ്മുടെ ഇതിന് ഇന്നർ ഗൈഡ് വേയിലാണ് ടെയിൽ സ്റ്റോക്ക് എങ്കിൽ, നമ്മുടെ ഹെഡ് സ്റ്റോക്കിനെയും ആക്ച്വലി പറയുന്നത് ഇന്നർ ഗൈഡ് വേയിലായിരിക്കും. പക്ഷെ മൂവിങ് യൂണിറ്റ് അല്ല, ഫിക്സഡ് ആയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതാണ് ആ ഒരു ഹെഡ് സ്റ്റോക്കിന്റെ സംഭവം. അതായത് നേരത്തെ നമ്മുടെ ടെയിൽ സ്റ്റോക്ക് ആണെങ്കിൽ അകത്ത് കിടന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, മൂവിങ് യൂണിറ്റ് ആണ്. പക്ഷെ ഓൺ ടു എന്തായിരുന്നു ഇന്നർ ഗൈഡ് വേയിൽ അങ്ങ് വെക്കും. ഇതും ഇന്നർ ഗൈഡ് വേ തന്നെ ആയിരിക്കും ഫിക്സ് ചെയ്യുക. പക്ഷെ ഇതെന്താണ് പറഞ്ഞത്? ഫിക്സഡ് യൂണിറ്റ് ആയിരിക്കും. ഫിക്സഡ് യൂണിറ്റ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അല്ലെ. ഇടത് സൈഡിൽ ഇരിക്കുന്ന സാധനമായിരിക്കും ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഹെഡ് സ്റ്റോക്കിന്റെ ഒരു ഫിഗറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഹെഡ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനം എന്ന് അറിയപ്പെടുന്ന നിങ്ങളുടെ ലൈവ് സെന്റർ എന്നറിയപ്പെടുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും, അല്ലെ. സ്പിൻഡിൽ കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്ത് നിങ്ങൾ വർക്ക് പീസ് വെക്കുമ്പോഴത്തേക്കും വർക്ക് പീസ് കറങ്ങാനുള്ള ഒരു ഡ്രൈവും കാര്യങ്ങളും കൊടുക്കുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഹെഡ് സ്റ്റോക്ക് ആയിരിക്കും. ഹെഡ് സ്റ്റോക്ക്. അപ്പം ഹെഡ് സ്റ്റോക്കിനെ നോക്കി ഇതിനെ ഒരു ഫീഡ് ഡയറക്ഷൻ, അല്ലെ, നമുക്ക് കൊടുക്കേണ്ട ഒരു ഫീഡ് ഡയറക്ഷന് വേണ്ടിയിട്ട്
അദ്ദേഹത്തിന്റെ ഒരു ലിവർ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഏത് സ്പീഡിലാണ് കറക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കറക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്, ഒരു സ്പീഡ് സെലക്ടർ. അതായത് എത്ര RPM ലാണ് നമ്മുടെ സ്പിൻഡിൽ കടന്ന് കറങ്ങേണ്ടതെന്ന് ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കും ഈ ഒരു സ്പീഡ് സെലക്ടർ. അതുപോലെ തന്നെ ഇതിനകത്ത് ഗിയറിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ഓരോ ഗിയറുകൾ ചിലപ്പോൾ മാറ്റിയിട്ടിട്ടായിരിക്കും. ഫസ്റ്റ് ഗിയറിൽ കറങ്ങുന്ന പോലെ ആയിരിക്കത്തില്ല സെക്കൻഡ് ഗിയറിൽ കറങ്ങുന്നത് അല്ലെ. ഫസ്റ്റ് ഗിയറിൽ നമുക്ക് അത്രയും ടോർക്ക് കിട്ടുമായിരിക്കും, അതേസമയം സെക്കൻഡ് ഗിയറിൽ അത്രയും ടോർക്ക് കിട്ടത്തില്ല. അപ്പൊ ടോർക്ക് കുറയുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റും, ടോർക്ക് കുറയുന്ന അനുസരിച്ച് എന്ത് പറ്റും, സ്പീഡ് റിഡക്ഷൻ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ടോർക്ക് കൂടിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്തിരിക്കും അല്ലെ, സ്പീഡ് റെഡ്യൂസ് ചെയ്തിരിക്കും. അതുപോലെ നമുക്ക് അതൊന്നും വേണ്ട, എന്നാലും ചുമ്മാ കേട്ട് വെച്ചിരിക്കുക. അപ്പൊ അതായത് നമുക്ക് സ്പീഡ് കുറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇതാക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് അറിയപ്പെടുന്നത് അത്രയും ഹാർഡർ ആയിട്ടുള്ള ഒരു വർക്ക് പീസിനെ പിടിച്ച് കറക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗിയറിനെ മെഷ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ആ ഒരു മെഷീനിങ് മാറ്റുക എന്നുള്ള ഒരു സംഭവങ്ങൾ വന്നിട്ടായിരിക്കും നമുക്ക് സ്പീഡിനെ സെലക്ഷനും കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, നിങ്ങളുടെ ഒരു ക്ലച്ചും കാര്യങ്ങളും വേണം. ഇത് നമുക്ക് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും കറക്കിക്കൂടെ, അങ്ങനെ ഒരു സാധനമായിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. സ്പീഡിന്റെ ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും കേട്ടോ. സ്പീഡ് ഡയറക്ഷൻ ലിവർ ആണോ? എപ്പോഴും അങ്ങനെയാണ് കേട്ടുള്ളത് അല്ലെ. ഒരു ടൂൾ അല്ലേ. മനസ്സിലായി. ഫീഡ് ഡയറക്ഷൻ, അതെ അതെ. ഇത് വേറെന്താ സാധനം, ഫീഡ് ഡയറക്ഷൻ ലിവർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കാം നമുക്ക്. ഫീഡ് ലിവർ എന്ന് പറഞ്ഞാൽ ഫീഡ് ഷാഫ്റ്റിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ലിവർ, ലീഡ് സ്ക്രൂവിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ലിവർ. കൂട്ടി കൂട്ടി കൊടുക്കാം. അതെ 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 അതെ. ഉം, ഉം, ഉം. ഈ ക്ലച്ച് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ മാറ്റുന്ന ഗിയറിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഗിയർ മാറ്റാൻ വേണ്ടി ക്ലച്ച് പിടിക്കുക. അതെ, ക്ലച്ച് ക്ലച്ച് ഇതാക്കുക. അതുപോലെ ന്യൂട്രൽ ഇടാനും അതിനെല്ലാത്തിനും ഈ ക്ലച്ച് ആയിരിക്കും ആക്ച്വലി ഹെൽപ്പ് ചെയ്യുക. ന്യൂട്രൽ ഇടണ്ടേ, അതായത് ഈ മെഷ് ആവുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ചുമ്മാ കടന്ന് കറങ്ങണം എന്നുള്ള രീതിയിലൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ന്യൂട്രൽ ആക്കണമല്ലോ. അപ്പൊ ആ ന്യൂട്രലിനൊക്കെ ആക്കുന്നത് ഈ ക്ലച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ. അവർ ഫോർ ഫീഡ് ഡ്രൈവ് മെക്കാനിസം. ഇത് 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 ഈ അതെ 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 അതാ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫീഡ് ഇത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിന്റെ അടിയിലുണ്ടല്ലോ ഫീഡ് ഷാഫ്റ്റ് ഉണ്ടല്ലോ, ആ ഫീഡ് ഷാഫ്റ്റിന്റെ ആ സാധനത്തിന്റെ ഡയറക്ഷൻ, ആ ഫീഡ് ഷാഫ്റ്റിന് രണ്ട് രീതിയിൽ കറങ്ങുന്നുണ്ട്. ക്ലോക്ക് വൈസും കറങ്ങുന്നുണ്ട്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും കറങ്ങുന്നുണ്ട്. അപ്പൊ അത് ഏത് ഡയറക്ഷനിൽ കുറക്കണമെന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കും ഈ ഫീഡ് ഡയറക്ഷൻ ലിവർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പിൻഡിലിന്റെ അല്ല, സ്പിൻഡിൽ കറക്കുന്നതിന്റെ ഡയറക്ഷൻ അല്ല, ഈ അടിയിലിരിക്കുന്ന ഫീഡ് ഷാഫ്റ്റ്. അതെ, കാരേജ്. അതെ അതെ, ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന സാധനം അതായിരിക്കും. അപ്പൊ അതിന്റെ ഫീഡ് ഡയറക്ഷൻ കൊടുക്കുന്ന ആ ലിവർ ആക്ച്വലി കൊടുത്തിരിക്കുന്നത് ഹെഡ് സ്റ്റോക്കിനകത്തായിരിക്കും. ക്ലിയർ ആയല്ലോ. അതായത് നമ്മളിൽ ഇരിക്കുന്ന എന്ത് പാർട്ട് ആയിരുന്നാലും, ഇപ്പൊ താഴോട്ട് പോകുന്ന ഏത് പാർട്ട് ആയിരുന്നാലും എല്ലാ പാർട്ടും കണക്ട് ചെയ്യുന്ന ആരുമായിട്ടായിരിക്കും, നമ്മുടെ ഹെഡ് സ്റ്റോക്കുമായിട്ടായിരിക്കും. കാരണം ഹെഡ് സ്റ്റോക്കിലായിരിക്കും ഈ മെയിൻ മോട്ടർ ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ. അതായത് നമ്മളിപ്പോ മോട്ടർ, ഗിയർ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമല്ലേ, ടംബിൾ ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഏറ്റവും നന്നായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഫസ്റ്റ് ഡ്രൈവർ ആയിട്ട് ഇരിക്കുന്ന എപ്പോഴും എന്തിരിക്കുന്നത്, ഈ ഹെഡ് സ്റ്റോക്കിന്റെ സ്പിൻഡിലിന്റെ അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗിയർ ആയിരിക്കും ഫസ്റ്റ് ഡ്രൈവർ. അത് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള എല്ലാത്തിനെയും ഡ്രിവൺ ചെയ്യിപ്പിക്കുന്നത്, താഴോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഡ്രിവൺ ചെയ്യിപ്പിക്കുന്നത് അതായിരിക്കും. ഓക്കെ ആണോ. അപ്പം അതിന്റെ ഫീഡ് ഡയറക്ഷൻ കൊടുക്കുന്നത് അല്ലെ, നമ്മുടെ ഫീഡ് ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഫീഡ് ഡയറക്ഷൻ, അതിന് ഫീഡ് ഷാഫ്റ്റ് കറങ്ങേണ്ട ആക്ച്വലി കൊടുക്കുന്ന ഡയറക്ഷൻസിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇതാക്കുന്നത്. ഒരെണ്ണം റൈറ്റ് സൈഡിലോട്ട് പോകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ റൈറ്റ് സൈഡിലാകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും, ലെഫ്റ്റ് സൈഡ് ആകുമ്പോഴത്തേക്കും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും. അപ്പൊ അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്പീഡിനെ ചേഞ്ച് ചെയ്യാം. സ്പീഡിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, നമ്മൾ RPM ഒക്കെ കൺട്രോൾ ചെയ്യത്തില്ല. അപ്പൊ അതേപോലെ ഇതിനകത്ത് RPM കൺട്രോൾ ചെയ്യിപ്പിക്കാനായിരിക്കും ഈ സാധനം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കി, ഇതിനകത്ത് ഒരു സ്പീഡ് ചാർട്ട് എഴുതിയിട്ടുണ്ട്. അതായത് എത്രയിൽ നിങ്ങൾ വെക്കുമ്പോഴത്തേക്കും എത്ര സ്പീഡിൽ വരിക എന്ന് പറഞ്ഞ രീതിയിൽ ഒരു സ്പീഡ് ചാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സ്പീഡ് ചാർട്ടും ജസ്റ്റ് ഒന്ന് ഇതാക്കി വെക്കുക. സ്പീഡ് ചാർട്ട് ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ആ ഒരു ലേറ്റിൽ കണ്ടിട്ടുണ്ട് പണ്ട്. ഓക്കെ.
അപ്പൊ നോക്കാം നമുക്ക് ഹെഡ് സ്റ്റോക്ക് എന്തിനാ ഉപയോഗിക്കുന്നത് നോക്കാം. ഇറ്റ്സ് എ മെയിൻ ഫംഗ്ഷൻ ടു പ്രൊവൈഡ് മീൻസ് ടു അസംബിൾ ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. അപ്പൊ ഇതിൽ എന്താ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡിംഗ് ഡിവൈസസിനെ അറ്റാച്ച് ചെയ്യിപ്പിക്കാനുള്ള സ്ഥലമാണ് ഹെഡ് സ്റ്റോക്ക്. നമ്മൾ ഹെഡ് സ്റ്റോക്കിൽ ചക്കും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കത്തില്ലേ, അപ്പൊ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടർ ടു ദ വർക്ക് ടു മേക്ക് ഇറ്റ് റിവോൾവ്. അതായത് മെയിൻ മോട്ടറിൽ നിന്നും നമ്മുടെ വർക്കിനെ കറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും കൊടുക്കുന്ന അതായിരിക്കും ഹെഡ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. അതായത് ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടർ ടു ദ വർക്ക് ടു മേക്ക് ഇറ്റ് റിവോൾവ്. വർക്ക് ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, വർക്കിനെ പിടിച്ച് കറക്കണം അല്ലെ. ആ കറക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കൊടുക്കുന്ന ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആർക്കായിരിക്കും, നമ്മുടെ ഇരിക്കുന്ന ആ ഒരു ഹെഡ് സ്റ്റോക്കിനായിരിക്കും അല്ലെ, ഹെഡ് സ്റ്റോക്കിനായിരിക്കും. അക്കോമഡേറ്റ് ദ ഷാഫ്റ്റ് വിത്ത് ഫിക്സഡ് ആൻഡ് സ്ലൈഡിംഗ് ഗിയേഴ്സ് ഫോർ പ്രൊവൈഡിങ് എ വൈഡ് റേഞ്ച് ഓഫ് വർക്കിംഗ് സ്പീഡ്സ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒരു ഷാഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഗിയറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ആ ഗിയറിന്റെയും അതുപോലെ തന്നെ ഷാഫ്റ്റിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നമുക്ക് വെറൈറ്റി ഓഫ് സ്പീഡുകൾ ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി അതുപോലെ ഷിഫ്റ്റ് ലിവേഴ്സ് ടു സ്ലൈഡ് ഗിയേഴ്സ് ടു ബ്രിങ് ഇൻ മെഷ് ഫോർ ഡിഫറെന്റ് സ്പീഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ അതേ സാധനം തന്നെയാണ് ഇവിടെ വീണ്ടും എഴുതി വെച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗിയറുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, ഇതിനകത്ത് ഡിഫറെന്റ് സ്പീഡുകൾ ഇതിനകത്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഹാവ് മീൻസ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് ദ ഗിയർ ഷാഫ്റ്റ് ആൻഡ് ബിയറിംഗ്സ്. അപ്പം ഇതിൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ബിയറിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ ഗിയർ ഷാഫ്റ്റ് ഇതെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള മീൻസ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് ദ ഗിയർ ഷാഫ്റ്റ് ആൻഡ് ബിയറിംഗ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനും കൂടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, ഹെഡ് സ്റ്റോക്കിൽ കൊടുക്കുന്നുണ്ട്. ഹെഡ് സ്റ്റോക്കിന്റെ യൂസേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ വർക്ക് പീസ് കറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ സംഭവം വരുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഈ വർക്ക് പീസ് എത്ര സ്പീഡിൽ കറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഹെഡ് സ്റ്റോക്ക് തന്നെയായിരിക്കും. ഇനി പോരാത്തതിന് ഇതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിനെ പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത് എന്തുമായിട്ടായിരിക്കും, ഹെഡ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രം അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഓരോ കൺസ്ട്രക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഓൾ ഗിയേർഡ് എന്ന് പറഞ്ഞ ഒരു ഒന്നാമത്തെ സാധനമാണ് പറയുന്നത്. ഓൾ ഗിയേർഡ് കേട്ടോ. ഓൾ ഗിയേർഡ് ഹെഡ് സ്റ്റോക്ക്. ഇപ്പം ഹെഡ് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഓൾ ഗിയേർഡ് ഹെഡ് സ്റ്റോക്ക്. ഓൾ ഗിയർഡ് എന്ന് അറിയപ്പെടുന്ന എല്ലാ സ്ഥലത്തും എന്താ കൊടുക്കുന്നത്, ഗിയറും കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. ഇഫ് ഒരു ബോക്സ് സെക്ഷൻ അലോയ് അയൺ കാസ്റ്റ് ഹാവിങ് എ ടോപ്പ് കയർ വിച്ച് ക്യാൻ ബി റിമൂവ്ഡ്. അപ്പം ഇതിന്റെ ഹെഡ് സ്റ്റോക്കിന്റെ അവിടെ എടുക്കുകയാണെങ്കിൽ ഒരു കാസ്റ്റ് അയൺ കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അയൺ കാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടുണ്ടാക്കുന്ന ഒരു മൂടിയായിരിക്കും. അത് നിങ്ങൾക്ക് തുറക്കാനും അടയ്ക്കാനും വേണ്ടി പറ്റും. അങ്ങനെ ഒരു സാധനമായിരിക്കും. അപ്പൊ ഇത് ഹാസ് ആൻ ഇന്റേണൽ വെബ് ഫോർ സ്റ്റിഫനിങ് ആൻഡ് ടേക്കിംഗ് ഷാഫ്റ്റ് ബിയറിംഗ്സ്. അപ്പം അതിനകത്ത് ഒരു വെബ് അറേഞ്ച്മെന്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഷാഫ്റ്റിന്റെ ബിയറിംഗ്സ് ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും കൊടുക്കുക. അതായത് സാധാരണ ഒരു ഗിയർ വരുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. ഇത് ഹാസ് ആൻ ഇൻപുട്ട് ഷാഫ്റ്റ് വിച്ച് ഈസ് കണക്ടഡ് ബൈ മീൻസ് ഓഫ് വി ബെൽറ്റ് ടു ദ മെയിൻ മോട്ടർ അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒരു ഇൻപുട്ട് ഷാഫ്റ്റ് കാണും. അപ്പൊ ഈ ഇൻപുട്ട് ഷാഫ്റ്റിനെ ഒരു വി ബെൽറ്റിന്റെ ഇതായിട്ട്, അതായത് ഇൻപുട്ടിന്റെ ഷാഫ്റ്റ് കാണും. നമ്മൾ പറയുന്നത് നോക്കിയാൽ ഫീഡ് ഡ്രൈവർ ഗിയർ അല്ലെ, ഒരു ഡ്രൈവർ ഗിയറും ഇതാണ് ഇവിടെ നടുക്കൊരു ക്ലച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്ലച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മെയിൻ സ്പിൻഡിൽ ഗിയർ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീഡ് ഡ്രൈവർ ഗിയർ എന്ന് പറഞ്ഞ സംഗതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്, ഈ ഒരു മെയിൻ ഇതിൽ നിന്നും എന്തിലോട്ടാണ്, ഇതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒരു എന്താണ് ഒരു ഇതിന്റെ ഒരു ബെൽറ്റിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഒരു കണക്ഷനും കാര്യങ്ങളും പോകുന്നത്. ഈ ബെൽറ്റിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും കണക്ഷൻ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൺസ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ് അല്ലെ. അപ്പം ഇത് ആദ്യമേ നമ്മൾ കണക്ഷൻ പോകുമ്പോഴത്തേക്കും ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും ഇത് ആക്ച്വലി കറങ്ങുക. ഇനി സ്പീഡ് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, സ്പീഡ് മാറ്റാൻ വേണ്ടിയിട്ട് ദിസ് എക്വിപ്ഡ് വിത്ത് ക്ലച്ചസ് ആൻഡ് ബ്രേക്ക്. ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ഹെൽപ്പോട് കൂടിയായിരിക്കും. ബ്രേക്ക് ഉണ്ട്, ഹെൽപ്പ് ഇതുണ്ട് അല്ലെ, ക്ലച്ച് ഉണ്ട്. അപ്പൊ അതിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഓരോ ഗിയർ കൊണ്ട് മെഷ് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ തന്നെ മാറ്റുന്നത്. നമ്മുടെ വണ്ടിക്കകത്ത് വരുന്നില്ലേ അതേപോലത്തെ സെറ്റപ്പ് തന്നെയായിരിക്കും ഇതിനകത്തും വരുന്നത്. വണ്ടി കറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഫ്ലൈ വീലിൽ നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, എഞ്ചിനിൽ നിന്ന് വരുന്നു ഒരു ഫ്ലൈ വീലിൽ നിന്നായിരിക്കും ആക്ച്വലി എന്ത് കിട്ടുന്നത്, ഒരു പവറും കാര്യങ്ങളും കിട്ടുന്നത്. ആ ഫ്ലൈ വീലിൽ നിന്ന് ഈസിൻ മെഷ് വിത്ത് ആരുമായിട്ടായിരിക്കും മെഷ് വരുന്നത്, ഈ ഒരു ക്ലച്ച് എന്ന് പറഞ്ഞ സംഗതിയായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്, പവർ ട്രാൻസ്മിഷൻ വരുന്നത്. ഈസിൻ എൻഗേജ്ഡ് പൊസിഷനും ഡിസെൻഗേജ്ഡ് പൊസിഷനും. അപ്പൊ അതനുസരിച്ചിട്ട് എന്താ കണക്ട് ചെയ്യുന്നത്, ഓരോ ഗിയറുകളായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫ്ലൈ വീൽ ഇല്ല, പകരം എന്താ ചെയ്യുന്നത്, നമ്മുടെ മെയിൻ മോട്ടർ ഉണ്ട്. ആ മെയിൻ മോട്ടറിൽ നിന്നായിരിക്കും ഒരു പുള്ളിയുടെ ഹെൽപ്പോട് കൂടെ അല്ലെ, നമ്മളൊരു പുള്ളിയുടെ ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വി ബെൽറ്റ് വെച്ചിട്ടായിരിക്കും. രണ്ട് പുള്ളികളായിരിക്കും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വി ബെൽറ്റ് യൂസ് ചെയ്യും. ആ വി ബെൽറ്റിൽ നിന്നായിരിക്കും നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നത്. എന്നിട്ട് അവിടെ കിട്ടിയിരിക്കുന്ന പവറിനെ നിങ്ങൾ ഓരോ ഗിയറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ അതിനെ ഗിയർ ഇസിൻ മെഷിലായിരിക്കുമ്പോൾ വേണം നമുക്ക് എന്ത് ചെയ്യുന്നത് അങ്ങനെ. അപ്പം ഇസിൻ മെഷിലായിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് ഗിയറിന്റെ ടീത്ത് ഒടിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്ലച്ചും കാര്യങ്ങളും യൂസ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് പ്രോപ്പർ ക്ലച്ച് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നും എൻഗേജ്മെന്റും ഡിസെൻഗേജ്മെന്റും ചെയ്യുന്നത് മാത്രം പഠിച്ചു വെച്ചിരിക്കുക. നോക്കാം, there may be two or more intermediate shaft on which the sliding gears are mounted അല്ലെ.
രണ്ടോ അതിലധികമോ എന്താണ് ഷാഫ്റ്റുകൾ ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ രണ്ടോ അതിലധികമോ ഷാഫ്റ്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സ്ലൈഡിംഗ് ഗിയർ യൂണിറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ മെയിൻ സ്പിൻഡിൽ ഈസ് ദ ലാസ്റ്റ് ഡ്രിവൺ ഷാഫ്റ്റ് ഇൻ ദ ഹെഡ് സ്റ്റോക്ക് അസംബ്ലി. അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ മെയിൻ സ്പിൻഡിൽ ഗിയർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ മെയിൻ സ്പിൻഡിൽ ഗിയറിനെ ആയിരിക്കും ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡ്രൈവ് നമുക്ക് കൊടുക്കുന്നത്. മെയിൻ്റെ സ്പിൻഡിൽ ഗിയർ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡ്രിവൺ ചെയ്യിപ്പിക്കുന്ന സാധനമായിരിക്കും നമ്മുടെ മെയിൻ സ്പിൻഡിൽ ഗിയർ. അപ്പൊ മെയിൻ സ്പിൻഡിൽ ഗിയറിലായിരിക്കും അല്ലെങ്കിൽ മെയിൻ സ്പിൻഡിലിനകത്തായിരിക്കും എന്തിന് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നത്, നമ്മളിരിക്കുന്ന വർക്ക് പീസിനെ ഇൻ കോൺടാക്ട് വരുന്ന സ്ഥലം. But the nose of the spindle is outside the headstock casting and is designed to accommodate the work holding devices. അതായത് ഹെഡ് സ്റ്റോക്കിന്റെ കാസ്റ്റിംഗിന്റെ പുറത്തോട്ടായിരിക്കും ഇത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്, ഇതിനകത്തോട്ടായിരിക്കും വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആയിട്ടുള്ള ചക്ക് ഒക്കെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ the levers operating the force of the sliding gears are situated outside in front of the headstock casting. അല്ലെ, ഹെഡ്സ്റ്റോക്ക് കാസ്റ്റിംഗിന്റെ പുറത്ത് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡിംഗ് ഗിയേഴ്സിനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി അല്ലെ, അതായത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോ ഗിയറിനെയും ഐസിൻ മെഷ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ലിവർ അല്ലെ, നമ്മുടെ മറ്റേ ഗിയർ ലിവർ വരുന്നില്ലേ, അല്ലെങ്കിൽ ഗിയർ നോബ് വിത്ത് ഗിയർ ലിവർ വരുന്നില്ലേ നമ്മുടെ വണ്ടിയിലൊക്കെ, അപ്പൊ അതേപോലെ നമ്മുടെ കാറിലൊക്കെ വരുന്ന രീതിയിൽ ആ ഒരു ഇതുപോലെ ഇതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് പ്രൊജക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ഗിയർനെസ്. ഏതിനാണ്? അതല്ല എവിടെ കിടക്കുന്നു? അതാ അതെ ഓക്കെ, ഇതാണ് ആ സാധനം. അതെ അത് ശരിയാണ്, അതെ സ്പീഡ് ചേഞ്ച് ലിവേഴ്സ്. അതിനാണ് ഇവിടെ സ്പീഡിന്റെ ചാർട്ട് ഉണ്ട്, അപ്പൊ ആ ചാർട്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ ഇതിനെ ഓരോന്ന് സ്പീഡിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ലിവർ ഉണ്ട്. അപ്പം ആ ലിവറിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എത്ര ഗിയറിലോ അല്ലെങ്കിൽ എവിടെയാണ് മെഷ് വരുന്നത് എന്നുള്ള സാധനം നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അതിന്റെ ബേസിസിൽ അല്ലെങ്കിൽ നമുക്ക് എത്ര സ്പീഡാണോ വേണ്ടത്, ഇത് കറക്കേണ്ട ആക്ച്വലി എത്ര സ്പീഡാണെന്നുള്ള സാധനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിനെ ലിവറിനെ കറക്റ്റ് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. The nose of the spindle is outside, അത് പറഞ്ഞു അല്ലെ. The levers operating the force of the sliding gears are situated outside in front of the headstock casting. A slight glass is provided on the top to indicate the functioning of automatic lubricating system and എന്താണ് side of sight glass is provided oil length of the machine. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗിയർ ആണ് വരുന്നതെങ്കിൽ ഗിയർ ആണ് നമുക്ക് ഓരോന്ന് മെഷ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് എന്ത് വരാം, ഫ്രിക്ഷനും കാര്യങ്ങളും വരാം. അപ്പം അതിനെ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ അതിനകത്ത് നമുക്ക് ലൂബ്രിക്കേഷൻ ഓയിലും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഒഴിക്കണം. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയായിരിക്കും ഇതിന്റെ പുറത്ത് ചെറിയൊരു ഗ്ലാസിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് അല്ല. ഇത് ഇവിടെ ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ടോ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലേ, അതാണ് ഇവര് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ ഈ സംഭവം ഉണ്ട്, അപ്പൊ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് പറഞ്ഞത് അതുവഴി. അതായത് നമ്മുടെ വണ്ടിയിലൊക്കെ ഇതുണ്ടല്ലോ ഫ്രണ്ടില് MC കിറ്റ് ഇല്ലേ, അതായത് ഡിസ്കിന്റെ ആ ഒരു സ്ഥലത്ത് ഡിസ്ക് അല്ലെങ്കിൽ അതിനൊക്കെ ഫ്രണ്ട് ലിവർ ഉണ്ടല്ലോ, അപ്പൊ അവിടെ നമുക്ക് ഈ ഓയിലിന്റെ ലെവലൊക്കെ കാണാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഓയിൽ എങ്ങനെയാണ് ക്ലീൻ ആണോ അല്ലയോ എന്നുള്ള സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റത്തില്ലേ, അതൊരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ടല്ലേ കാണിക്കാൻ വേണ്ടി. അപ്പൊ അതേപോലെ ഇതിനകത്ത് നമുക്കൊരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഓയിലിന്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ കറുത്ത ഓയിലാണോ, ഓയിൽ മാറ്റേണ്ട സമയമാണോ, അത് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഡിപ്സ്റ്റിക് അല്ല, ഒരു ഗ്ലാസ് കാണത്തില്ല, ഇങ്ങനെ ഒരു ഗ്ലാസ്. ഡിപ്സ്റ്റിക് നമ്മുടെ ഓയിൽ, എഞ്ചിൻ ഓയിൽ നമുക്ക് ഡിപ്സ്റ്റിക്കിനെ മുക്കിയിട്ടല്ലേ നമുക്ക് നോക്കുന്നത്, അതിന്റെ വിസ്കോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സാധനം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതല്ല പറഞ്ഞത്, ഒരു ഗ്ലാസ് ലെവലാണ് കാണുന്നത്, ഒരു മിനിമം എന്നൊക്കെ പറഞ്ഞ കാര്യം കാണിക്കുന്നത്. നമ്മുടെ വണ്ടിയിലൊക്കെ ഒരു മിനിമം എന്നൊക്കെ പറഞ്ഞ ഗ്ലാസ് പോലെ അപ്പൊ അതിനകത്ത് സൈഡിൽ അത് നമ്മൾ കറക്റ്റ് സെന്റർ സ്റ്റാൻഡ് ഇട്ട് നോക്കുന്ന സമയത്ത് അത് മിനിമം ഇതിൽ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിലെക്കാട്ടി ഒരിക്കലും താഴാൻ വേണ്ടി പാടില്ല. അപ്പം താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് കിട്ടത്തില്ല, അതിനകത്ത് മറ്റേ എയറും കാര്യങ്ങളൊക്കെ കയറിപ്പോകും. അതിനാണ് നമ്മൾ ആക്ച്വലി അവിടെ നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ സംഭവം പറയുന്നതെന്ന് പറഞ്ഞത്, ഇതിനകത്ത് നിങ്ങളുടെ കയ്യിൽ ഓയിലിന്റെ ലെവൽ കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ തന്നെ പ്യൂർ ആയിട്ടുള്ള ഓയിൽ ആണോ ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള എഞ്ചിന്റെ പ്രവർത്തനമൊക്കെ ജസ്റ്റ് ഒന്ന് കാണും, എഞ്ചിനല്ല ഇതിന്റെ ഗിയറിന്റെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പറ്റും. പ്രോപ്പർ ആയിട്ടാണ് ഈസിൻ മെഷ് വരുന്നത് എന്നുള്ള സാധനങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത് കേട്ടോ. A sight glass is provided on the top of indicating the functioning of the automatic lubricating system, and side of sight glass is provided oil length of the machine അല്ലെ. ഓയിൽ ലെങ്ത് ഓഫ് ദ മെഷീൻ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്നുള്ള സാധനമാണ് പറഞ്ഞത്. ഇത്രയും ക്ലിയർ അല്ലേ, ഈ സാധനം ക്ലിയർ അല്ലേ? ഇതാണ് ഗിയർ വരുന്ന സാധനം. അതായത് നമുക്ക് ഹെഡ് സ്റ്റോക്കിനെ തന്നെ ആ
ഉം, ഉം, ഉം. ആ ആ അതെ, അതായത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് ആർക്കാണ് എത്തിക്കേണ്ടത്, നമ്മുടെ മെയിൻ സ്പിൻഡിലാണ് എത്തിക്കേണ്ടത്. നമ്മളിപ്പം ഗിയറിനെ എങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, അതായത് നമ്മുടെ ഇതെന്നറിയപ്പെടണം, ഗിയറിനെ നിങ്ങൾ എന്ത് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്താലും ശരി തന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഡ്രിവൺ ചെയ്യിപ്പിക്കേണ്ടത് ആരായിരുന്നു, ആ ഒരു മെയിൻ സ്പിൻഡിലിനായിരിക്കും ആക്ച്വലി ഡ്രിവൺ ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അതിലാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് സ്റ്റോക്ക് തന്നെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഹെഡ് സ്റ്റോക്ക് തന്നെ ഹെഡ് സ്റ്റോക്കിന്റെ നമ്മുടെ മെയിൻ സ്പിൻഡിലിന് നിങ്ങൾക്ക് കറക്കാൻ വേണ്ടിയിട്ട് ഓൾ ഗിയേർഡ് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ആണ് ഉപയോഗിക്കുന്നത്, ഒന്നാമത്തെ സാധനം. ഓക്കെ ആണോ? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് ഹെഡ് സ്റ്റോക്കിന്റെ അവിടെ നിങ്ങൾക്ക് ഗിയർ മാത്രമുള്ള ഒരു സെറ്റപ്പ് ആണ് ഒന്നാമത്തെ സാധനം. ഇനി അതേസമയം നമ്മൾ ഇനി പഠിക്കാൻ പോണ അടുത്ത സാധനം പഠിക്കുന്നത് എന്ന് പറയുന്നത് കോൺ പുള്ളി സെറ്റപ്പ് എന്നാണ്. അപ്പൊ അതിനകത്ത് ഗിയറും കാര്യങ്ങളും ഇല്ല, പകരം എന്താ ഉപയോഗിക്കുന്നത്, പുള്ളി ആൻഡ് എന്താ പുള്ളി ഒരു ഒരു പുള്ളിയും അതുപോലെ തന്നെ ബെൽറ്റും വെച്ചിട്ടുള്ള ഒരു ഡ്രൈവ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തിനെ ഇതാക്കാൻ വേണ്ടി പറ്റും, മെയിൻ സ്പിൻഡിലിനെ കറക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കുന്നത് കോൺ പുള്ളി ടൈപ്പ് ഹെഡ് സ്റ്റോക്ക് കേട്ടോ, കോൺ പുള്ളി ടൈപ്പ് ഹെഡ് സ്റ്റോക്ക്. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ഇവിടെ ഒരു മോട്ടർ കാണും, ഇവിടെ ഒരു മോട്ടർ കാണും. ആ മോട്ടറിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രൈവ് വരുന്നത്. ആ ഡ്രൈവ് നേരെ നിങ്ങൾ ഒരു വി ബെൽറ്റിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഡ്രൈവ് എത്തിക്കുന്നത്. ഓക്കെ, ഡ്രൈവ് എത്തിയിട്ട് എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് കുറച്ച് കോൺ പുള്ളീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പാരലി ഇവിടെ ഒരു ഷാഫ്റ്റ് വെച്ചിട്ടുണ്ട്, ആ ഷാഫ്റ്റിന് പാരലൽ ആയിട്ട് മറ്റൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം, ചക്കല്ലേ. അപ്പൊ ചക്ക ആവുന്ന ഇദ്ദേഹമാണ് നമ്മുടെ മെയിൻ സ്പിൻഡിൽ അല്ലെ, മെയിൻ ആയിട്ടിരിക്കുന്ന സ്പിൻഡിൽ ഇദ്ദേഹമായിരിക്കും. അപ്പം ഇദ്ദേഹത്തിന് പാരലൽ ആയിട്ടായിരിക്കും മറ്റൊരു സാധനം കൂടെ വെച്ചിട്ടുള്ളത്, ഇദ്ദേഹത്തിന് പാരലൽ ആയിരിക്കും മറ്റൊരു സാധനം കൂടെ വെച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സാധനത്തിന് നമ്മൾ ആക്ച്വലി എന്താ പറയുന്നത്, കൗണ്ടർ ഷാഫ്റ്റ് എന്നായിരിക്കും പറയുന്നത് കേട്ടോ. മറ്റേതാണെങ്കിൽ ഹെഡ് സ്റ്റോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെയിൻ ഷാഫ്റ്റ് ആയിരിക്കും ഈ സാധനം. ഹെഡ് സ്റ്റോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന മെയിൻ ഷാഫ്റ്റ് ഇവിടെ കാണും, ഇവിടെ വന്നിട്ട് കൗണ്ടർ ഷാഫ്റ്റ് എന്നുള്ള സാധനം ആയിരിക്കും കൊടുക്കുക. ഇനി കൗണ്ടർ ഷാഫ്റ്റിലും മെയിൻ ഷാഫ്റ്റിലും എങ്ങനെയാ പുള്ളി അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാ പുള്ളി അറേഞ്ച് ചെയ്യുക, നമ്മുടെ ഒരു റിവേഴ്സ് ഓർഡറിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ഇവിടെ നിങ്ങൾ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ വലിയ പുള്ളി ആദ്യം വെച്ചതിന് ശേഷം ചെറിയ പുള്ളി ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ കൊണ്ടുവന്ന് വെക്കുക, എവിടെ, കൗണ്ടർ ഷാഫ്റ്റിൽ. അതേസമയം അത് നമുക്ക് രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വെക്കാം, പക്ഷെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം വെക്കേണ്ടത്. അതേ വലിയ പുള്ളീനെ നമ്മൾ ഈസിൽ കോൺടാക്ട് വരേണ്ടത് തൊട്ട് താഴെ ഇരിക്കുന്ന ചെറിയ പുള്ളിയായിട്ട് വേണം കോൺടാക്ട് വരേണ്ടത്. ഇവിടുത്തെ ചെറിയ പുള്ളി ഈസിൻ കോൺടാക്ട് വരേണ്ടത് ഇദ്ദേഹത്തിന്റെ വലിയ പുള്ളിയായിട്ട് വേണം കോൺടാക്ട് വരാം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ എന്താ കൊണ്ടുവന്ന് വെക്കേണ്ടത്, നമ്മളിൽ ഇരിക്കുന്ന ആ ഒരു കോൺ പുള്ളിനെ അറേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. കോൺ പുള്ളിനെ അറേഞ്ച് ചെയ്യേണ്ട സംഭവമാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? എങ്കിലേ നിങ്ങൾക്ക് ഒരു സ്പീഡിന്റെ ഡിഫറൻസും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. വലുത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെറുതിനെ കറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്പീഡ് കൂടുതൽ കിട്ടും, കുറവ് കിട്ടും. അത് പറയാം, നമ്മൾ അതെല്ലാം പഠിക്കുമല്ലോ, ബാക്ക് ഗിയർ എന്ന് പറഞ്ഞ സാധനം. കോൺപുള്ളിയിലാണ് വരുന്നത്, കോൺപുള്ളിയിലാണ് ബാക്ക് ഗിയർ എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അല്ല, അത് നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന്റെ സംഭവത്തിലല്ലേ നമ്മൾ ഈ ബാക്ക് ഗിയർ എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ അതെ അതെ, ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ബാക്ക് ഗിയർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അതാണല്ലോ, എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. എനിക്ക് മറന്നു ഇപ്പൊ ചോദിച്ചപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് അടിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അന്ന് പച്ചവെള്ളമായിട്ടൊരു സാധനമായിരുന്നു, ഇപ്പൊ എനിക്ക് വായിച്ചപ്പോ ഞാൻ ഇതിൽ നിന്നാണ് തുടങ്ങിയത്, ഇതെന്നാണ് പണ്ട് പഠിച്ചു തുടങ്ങിയ ഇതിൽ നിന്നായിരുന്നു. ഇല്ല, ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് പഠിക്കേണ്ട സാധനം എന്ന് പറഞ്ഞത് ഈ മെയിൻ മോട്ടറിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ പവറിനെ ഒരു പുള്ളി മെയിൻ മോട്ടറിൽ നിന്നായിരിക്കും നമുക്ക് ഒരു പവർ കിട്ടുന്നത്. ആ പവറിനെ ഒരു പുള്ളി വെച്ചിട്ടായിരിക്കും നമുക്ക് ഇതെടുക്കുന്നത്. അതിൽ നിന്ന് നേരെ ഒരു കൗണ്ടർ ഷാഫ്റ്റിലോട്ട് കൊണ്ടുപോകും. ആ കൗണ്ടർ ഷാഫ്റ്റിൽ നിന്ന് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പുള്ളിയിൽ നിന്ന് നമ്മൾ ഒരു റോപ്പിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ സ്പിൻഡിലെ പിടിച്ച് കറക്കും.
ആ സ്പീഡ് കൂടും, അത്രേ ഉള്ളൂ. അത് ചെറിയ പുള്ളിയിൽ നിന്ന് വലിയ പുള്ളിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കുറവായിരിക്കും കിട്ടുക. ആക്ച്വലി നമുക്ക് കിട്ടേണ്ട സ്പീഡിനെക്കാട്ടിയും കുറഞ്ഞ സ്പീഡിലോട്ട് കിട്ടും. അത് ചിന്തിക്കാന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റണം, നമ്മളിൽ ഇരിക്കുന്ന ആ ഒരു പുള്ളി വിത്ത് നമുക്ക് റോപ്പ് എന്നോ ബെൽറ്റ് എന്നോ പറയാം. അപ്പൊ റോപ്പ് അല്ല ബെൽറ്റ് പഠിക്കുക അല്ലെ, ബെൽറ്റും പുള്ളി ഉണ്ടെങ്കിൽ ആ ബെൽറ്റിനെ ഓരോന്ന് മാറ്റി മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന് ആ കൂടെ ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ബെൽറ്റിനെ മാറ്റണമെങ്കിൽ ഈ ഒരു സെറ്റപ്പിനെ സ്റ്റോപ്പ് ചെയ്യണം അല്ലെ. ക്ലിയർ ആണോ? ഓടിക്കുമ്പോൾ ശരിയാകത്തില്ല. നമ്മള് ഇത് ഓർമ്മിച്ചാൽ നമ്മുടെ മറ്റേ ഈ അരി പൊടിക്കുന്ന ആ ഒരു മില്ലും കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് അതില് ഓരോ ഇതിൽ അതെ അയാള് ഓഫ് ചെയ്തതിനു ശേഷമായിരിക്കും ഇയാൾ മാറ്റുക. അതേസമയം നമ്മുടെ ഗിയറിന്റെ പ്രത്യേകത എന്താ പറ്റിയത്, ഗിയറിന് നമുക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്, ക്ലച്ച് നൈസിനെ ഒന്ന് പിടിച്ചിട്ട് അത്രേ ഉള്ളൂ. ക്ലച്ചിനെ നൈസ് ഒന്ന് പിടിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് ചേഞ്ച് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളതിൽ ഗിയർ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു നോബും ലിവറും ഉണ്ടെന്ന് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ലിവറിനെ പിടിച്ച് അങ്ങ് തിരിച്ചാൽ മാത്രം മതി. ഓക്കെ. നോക്കാം. ഇറ്റ് ഹാസ് എ സ്റ്റെപ്ഡ് കോൺ പുള്ളി മൗണ്ടഡ് ഓൺ ദ മെയിൻ സ്പിൻഡിൽ. മെയിൻ സ്പിൻഡിലിനകത്ത് നിങ്ങൾക്ക് സ്റ്റെപ്ഡ് കോൺ പുള്ളിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇനി ഇറ്റ് ഈസ് ഫ്രീ ടു റിവോൾവ്. ഇത് ചുമ്മാ കടന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇതിന് അനുവദീയമാണ്. പക്ഷേ ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ ഫ്ലാറ്റ് ബെൽറ്റ് സിമിലർ ടു കോൺ പുള്ളി. ഇപ്പൊ കോൺ പുള്ളിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബെൽറ്റ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ. ദ സ്റ്റെപ്സ് അറേഞ്ച്ഡ് ഇൻ എ റിവേഴ്സിംഗ് ഓർഡർ. കണ്ടോ, ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അല്ലെ. നമ്മൾ ആ സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന റിവേഴ്സിംഗ് ഓർഡറിലായിരിക്കും. നേരത്തെ വലുത് നിന്നും ചെറുതാണെങ്കിൽ, നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റിൽ വലുത് നിന്നും ചെറുതാണെങ്കിൽ ഇദ്ദേഹത്തിനകത്ത് ചെറുത് നിന്നും വലുത് എന്നുള്ള രീതിയിലായിരിക്കും പുള്ളിയും കാര്യങ്ങളും കൊടുത്തിരിക്കുക. ദ കോൺ പുള്ളി ഗെറ്റ്സ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടർ. അപ്പൊ കോൺ പുള്ളിക്ക് എവിടെ നിന്നാ കിട്ടുക, ഡ്രൈവ് മെയിൻ മോട്ടറിൽ നിന്നായിരിക്കും ഡ്രൈവും കാര്യങ്ങളും കിട്ടുക. കോൺ പുള്ളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ കോൺ പുള്ളിക്ക് ആക്ച്വലി എന്ത് കിട്ടുന്ന എന്തായിരിക്കും, നമ്മുടെ ഇരിക്കുന്ന എന്താണ് മെയിൻ മോട്ടറിൽ നിന്നായിരിക്കും ഡ്രൈവ് കിട്ടുക. The spindle is mounted on the bush bearing in the headstock castings. അപ്പം ഇതിന്റെ അടുത്ത പറയുന്നത് അറിയപ്പെടുന്നത്, ഇതിനകത്ത് ഒരു ബുഷ് ബിയറിംഗ് ഉണ്ട്. ഇതാണ് പറയുന്നത്, സ്പിൻഡിൽ അറ്റാച്ച് ചെയ്യുന്നത് ഒരു ബുഷ് ബിയറിംഗുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് ഗിയർ വീൽ കോൾഡ് ബുൾ ഗിയർ കീഡ് ടു ഇറ്റ്. അപ്പം ഇതിന്റെ കൂടെ തന്നെ എന്താ കൊടുത്തിരിക്കുന്നത്, ഒരു ബുൾ ഗിയർ, ഒരു ഗിയറും കൂടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബുൾ ഗിയർ എന്നാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ എന്താ കൊടുക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ബുഷ് ബിയറിംഗ് ഉണ്ട്. ആ ബുഷ് ബിയറിംഗിന്റെ കൂടെ തന്നെ എന്തും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബുൾ ഗിയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നോക്കാം. ഈ പിനിയൻ ഈസ് കപ്പിൾഡ് ടു ദ കോൺ പുള്ളി. അപ്പം കോൺ പുള്ളിയുടെ കൂടെ എന്തും കൂടെ ഒരു കപ്പിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺ പുള്ളിയുടെ സെറ്റപ്പിന്റെ കൂടെ ഒരു ചെറിയൊരു പിനിയനും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗിയർ ആയിരിക്കും, ചെറിയ ഗിയർ ആണ് പറയുന്നത്. ബാക്ക് ഗിയർ യൂണിറ്റ് ഹാസ് എ ഷാഫ്റ്റ് വിച്ച് ക്യാരീസ് എ ഗിയർ ആൻഡ് പിനിയൻ. ഇപ്പൊ ബാക്ക് ഗിയർ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനകത്ത് മെഗെയിൻ എന്താ കൊടുക്കുന്നത്, ഒരു പിനിയനും അതുപോലെ തന്നെ ഒരു ഗിയറിന്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിനിയനും ഗിയറിന്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ബുഷ് ബിയറിംഗ് ഉണ്ട്. ബുഷ് ബിയറിന്റെ കൂടെ നിങ്ങൾ ഒരു ബുൾ ഗിയർ എന്ന് പറഞ്ഞ സാധനം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ സാധനത്തിന് ഇതേ ഷാഫ്റ്റിന്റെ അറ്റത്ത് തന്നെ ഒരു പിനിയനും കൂടെ കൊടുത്തിട്ടുണ്ട്. പിനിയൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഗിയർ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഗിയർ ആയിരിക്കും കുഞ്ഞു ഗിയർ, അതിനായിരിക്കും പിനിയൻ എന്ന് പറയാം. ഇനി അത് പോരാന്നേച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇതിനകത്തൊരു ബാക്ക് ഗിയർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനം കൂടെ കയറി വരികയാണ്. എക്സ്ട്രാ ആയിട്ടൊരു സാധനം കൂടെ കയറി വരികയാണ്. ബാക്ക് ഗിയർ യൂണിറ്റ് എന്ന് പറഞ്ഞ സാധനം കൂടെ കയറി വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അത് എല്ലാ സമയത്തും ഈ ബാക്ക് ഗിയർ നമുക്ക് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഏതോ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ബാക്ക് ഗിയർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇതിപ്പം കാണിച്ചിരിക്കുന്നത് പാരലൽ ആയിട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ എഞ്ചിൻ നമുക്ക് അഴിച്ചെടുക്കുന്ന സമയത്തെ, എഞ്ചിൻ ഉദ്ദേശിക്കുന്ന ഹെഡ് സ്റ്റോക്കിനെ നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം പാരലൽ ആയിട്ടായിരിക്കും കാണിക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ ചുറ്റുപാടായിരിക്കും കാണുന്നത്, ഇതിന്റെ ചുറ്റുപാടായിരിക്കും ഈ സാധനങ്ങളെല്ലാം കാണുന്നത്. ക്ലിയർ ആണോ? അതായത് ഇതിന്റെ ബാക്ക് സൈഡിൽ, ഇദ്ദേഹത്തിന്റെ ബാക്ക് സൈഡിൽ ഞാൻ ഇപ്പൊ വരയ്ക്കുന്ന ഈ സാധനം എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബാക്ക് സൈഡിൽ എന്തായിരിക്കും കാണുക, ഇദ്ദേഹത്തിന്റെ ബാക്ക് സൈഡിലായിരിക്കും നമ്മുടെ മറ്റേ കാര്യങ്ങളെല്ലാം കാണുക. മറ്റേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ഇപ്പം കണ്ടില്ലായിരുന്നോ, ഈ സാധനങ്ങളെല്ലാം, അതെല്ലാം കാണുക അതായിരിക്കും. ഇത് തൊട്ട് സൈഡിലായിട്ട് ഈ സാധനങ്ങളെല്ലാം കാണും. ഒന്നിൽ തന്നെ രണ്ടും കൂടെ കാണും. പിന്നെ എല്ലാത്തിലും ഈ ബാക്ക് ഗിയർ വരണമെന്നുള്ള നിർബന്ധവും ഇല്ല എന്നുള്ള സാധനം കൂടെ എവിടെയോ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. ഈ നോക്കി, ഇതിനകത്ത് ബാക്ക് ഗിയറിന്റെ ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഷാഫ്റ്റിനകത്ത് ഒരു പിനിയൺ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗിയർ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഗിയർ ഉണ്ട്, ഇതുണ്ട്. ഇനി ഇവിടുത്തെ പിനിയണും ഇദ്ദേഹത്തിന്റെ പിനിയന്റെ നമ്പർ ഓഫ് ടീത്തും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഗിയറും ഇദ്ദേഹത്തിന്റെ ഗിയറിന്റെ നമ്പർ ഓഫ് ടീത്തിന്റെ എണ്ണം സെയിം ആയിരിക്കും. അതാണ് പറയുന്നത്, നമ്പർ ഓഫ് ടീത്ത് ഓഫ് ദ ഗിയർ ആൻഡ് ദ പിനിയൺ ഓൺ ദ ബാക്ക് ഷാഫ്റ്റ് കറസ്പോണ്ടിങ് ടു നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ബുൾ ഗിയർ ആൻഡ് ദ പിനിയൺ ഓൺ ദ കോൺ പുള്ളി. കേട്ടോ, അതെല്ലാം രണ്ടും സെയിം ആയിരിക്കും. അതായത് നമ്മുടെ ഇവിടെ ഒരു എന്താ കൊടുക്കുന്ന ഒരു ബിയറിംഗ് ഉണ്ട്. ആ ബിയറിംഗിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ബുൾ ഗിയർ ഉണ്ട്, അത് ഒരു ഗിയർ ആയി. ഇനി നമ്മുടെ ഇവിടത്തെ ഒരു ബാക്ക് ഗിയർ ഉണ്ട്, ബാക്ക് ഗിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിനിയൺ ഉണ്ട്. ഇനി നമ്മുടെ ഇരിക്കുന്ന ഈ മെയിൻ ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ മെയിൻ ഷാഫ്റ്റിനകത്ത് ഒരു പിനിയൺ ഉണ്ട് അല്ലെ.
ഈ പിനിയന്റെ നമ്പർ ഓഫ് ടീത്തും ഇവിടെ ബാക്ക് ഗിയറിന്റെ പിനിയന്റെ നമ്പർ ഓഫ് ടീത്തും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ബുൾ ഗിയർ ഉണ്ടെങ്കിൽ ആ ബുൾ ഗിയറിന്റെ ഇത് സാധനം അതേസമയം നമ്മുടെ ബാക്ക് ഗിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗിയർ ഇല്ലേ, ബാക്ക് ഗിയറിന്റെ ഗിയർ എന്ന് പറയാം, ബാക്ക് ഗിയറിന്റെ ഗിയർ എന്നോ, ബാക്ക് ഗിയർ പിനിയണം. അതുപോലെ തന്നെ ഇവിടെ ഇദ്ദേഹത്തിന്റെ ബാക്ക് ഗിയർ എന്ന് തന്നെ പറയാം അല്ലെ. ബാക്ക് ഗിയർ എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ ആ ഇതിന്റെ സംഭവത്തിനും രണ്ടും കൂടെ എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണത്തിന്റെ നമ്പർ ഓഫ് ടീത്തുകൾ സെയിം ആയിരിക്കും. ഓക്കെ. The axis of the എന്താണ് back gear parallel to the axis of the main spindle and the back gear is brought in engagement disengagement with the cone pulley system by means of a lever. അപ്പൊ ഇതിനകത്തും again എന്താ പറയുന്ന ഒരു ലിവർ ഉണ്ടല്ലേ, ഇതാണ് ആ ഒരു ലിവർ കൊടുത്തിരിക്കുന്നത്. ആ ലിവർ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബാക്ക് ഗിയറിന് എൻഗേജ്മെന്റും ഡിസെൻഗേജ്മെന്റും ചെയ്യുന്നത്. ഓക്കെ. ഇനി പോരാത്തതിന് എന്ത് ചെയ്യുക, ബാക്ക് ഗിയർ യൂണിറ്റ് ഇസ് എൻഗേജ്ഡ് ടു ഹാവ് എ റെഡ്യൂസ്ഡ് സ്പിൻഡിൽ സ്പീഡ്. അതായത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എടുക്കുന്നു എന്ന് വെച്ചോ, അതായത് ഏതോ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നമുക്ക് എത്രയാണ്, ചിലപ്പം നമ്മളതിൽ ആക്ച്വലി നമ്മൾ കറക്കുന്ന ഒരു സ്പീഡ് എന്നറിയപ്പെടുന്നത് 10 എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലാണെങ്കിൽ ഒരു അത്രയും RPM ലാണ് കറക്കേണ്ടത് എന്നൊരു ഇതാണ്. പക്ഷെ നമുക്ക് ആക്ച്വലി അത്രയും വേണ്ട, ഒരു 8 മതി എന്നുള്ള രീതിയിൽ ഒരു എയിം ഉണ്ട്. പക്ഷെ നമ്മൾ കോൺപുള്ളിയൊക്കെ വെച്ചിട്ട് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും അതിലോട്ട് നമുക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റില്ല. മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്നത് 10 വരെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയിലോട്ട് വീണ്ടും കുറയ്ക്കണമെന്നുള്ള ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുന്നു എന്ന് വെച്ചോ. അതായത് ചിലപ്പോൾ ഒരു ത്രെഡ് കട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണ്ടീഷനോ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ അല്ലേ ഒരുപാട് സ്പീഡുകൾ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, സ്പീഡ് കുറച്ചല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഒരു ക്രൈറ്റീരിയ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, സ്പിൻഡിൽ സ്പീഡിനെ കുറയ്ക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ബാക്ക് ഗിയറിന്റെ എൻഗേജ്മെന്റും ഡിസെൻഗേജ്മെന്റും ചെയ്യുന്നത്. ഓക്കെ ആണോ? അതായത് എല്ലാ സമയത്തും വരണമെന്ന് നിർബന്ധമില്ല. ത്രെഡ് കട്ട് ചെയ്യണം എന്നുള്ള ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രമൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുക. ഇപ്പൊ ത്രെഡ് കട്ട് ചെയ്യണ അതാ അതിന് വേണ്ടിയിട്ട് മാത്രം കുറയ്ക്കണം എന്നുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇത് ഉപയോഗിക്കുക. ഓക്കെ. ഇനി ബാക്ക് ഗിയറിനെ നമ്മൾ ഇദ്ദേഹവുമായിട്ട് ചേർക്കുന്നത് എന്തിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ ബാക്ക് ഗിയറിനെ ഇദ്ദേഹത്തുമായിട്ട് നമ്മൾ ഇതാക്കുന്നത് ഇസ് ഇൻ കോണ്ടാക്ട് വരുന്ന സംഭവം എന്ന് അറിയപ്പെടുന്നത് ആക്ച്വലി ഇപ്പം ഇത് ഡിസെൻഗേജ്ഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതായത് ബാക്ക് ഗിയറും നമ്മുടെ ഈ ടോട്ടൽ ഈ സെറ്റപ്പ് ഇല്ലേ, ടോട്ടൽ സാധനങ്ങളും ഇത് ഡിസെൻഗേജ്ഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത് ആദ്യത്തെ കേസിൽ. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്യുന്നത്, എൻഗേജ്ഡ് പൊസിഷനിലാക്കുകയാണ്. അപ്പൊ എൻഗേജ്ഡ് പൊസിഷനിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഗിയർ നമ്മൾ ഈ ലിവറിനെ പിടിച്ച് താത്തുമല്ലേ, ഈ ലിവറിനെ പിടിച്ച് താത്തും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടായിരുന്നോ? ലിവർ ആദ്യം പൊങ്ങിയിരുന്നു, ലിവർ ആദ്യം താത്തി. ലിവർ താത്തുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടോട്ടൽ സെറ്റപ്പ് താഴോട്ട് ഇറങ്ങും. ടോട്ടൽ സെറ്റപ്പ് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, ഇത് ആയിട്ട് എൻഗേജ് ആവും. ഓക്കെ. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ബാക്കി കോൺപുള്ളിയും കാര്യങ്ങളും ഇല്ലേ, ആ കോൺപുള്ളിയിൽ നിന്നും എന്തിനെ ഇതാക്കണം, നമ്മുടെ ഇരിക്കുന്ന ആ ബുൾ ഗിയറിനെ അങ്ങ് ഡിസെൻഗേജ് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയായിരിക്കും നമ്മൾ എൻഗേജിങ് പിൻ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിരിക്കുന്നുണ്ടാ. അതായത് നമ്മുടെ അതൊരു കണക്ഷൻ ഉണ്ട്. അതായത് ആദ്യത്തെ സംഭവത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗിയർ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കണം. നമ്മുടെ ഇരിക്കുന്ന കോൺപുള്ളികൾ ഓരോന്നും ഉണ്ടെങ്കിൽ അതുമായിട്ട് എല്ലാം കണക്ട് ചെയ്തിട്ടിരിക്കണം. ഈ എൻഗേജിങ് പിൻ ഉപയോഗിച്ചിട്ട് അടിച്ചങ്ങ് കയറ്റിയിട്ടിരിക്കണം ആദ്യ സമയത്ത്. ഇനി രണ്ടാമത് ഇതിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഡിസെൻഗേജിങ് പൊസിഷനിലാക്കിയാൽ മാത്രമേ അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ എയിം എന്നറിയപ്പെടുന്നത് ഈ ബാക്ക് ഗിയർ ത്രൂ ആണ് കണക്ഷൻ വരുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ. ഇതാണ് ഇവരുടെ ഇത് കേട്ടോ. പിന്നെ നോക്കി ഒരു 3 സ്റ്റെപ്പ് ആയിട്ടുള്ള കോൺപുള്ളിയിൽ എടുക്കുകയാണെങ്കിൽ, ഒരു 3 സ്റ്റെപ്പ് കോൺപുള്ളിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും, ഒരു 3 ഡയറക്റ്റ് സ്പീഡുകളും അതുപോലെ തന്നെ ബെൽറ്റ് കണക്ഷൻ ആൻഡ് വിത്ത് ബാക്ക് ഗിയറിൽ നിങ്ങൾക്ക് ഇതാക്കാൻ 3 ഫർദർ റേഞ്ചസ് ഓഫ് റെഡ്യൂസ്ഡ് സ്പീഡും കിട്ടുന്നതാണ് പറയുന്നത്. അതായത് ഇതിൽ അത്രേ ഉള്ളൂ. അതില് 3 കിട്ടുമായിരുന്നു. ഇനി ഓരോന്ന് എടുക്കുന്ന സമയത്ത് അതാണ് പറഞ്ഞത്, ഓരോന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ പുള്ളിയിലാണ് ഇതിലാണ് ഈ പിനിയൻ ഈ കോൺപുള്ളിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പർട്ടിക്കുലർ സ്പീഡല്ലേ കിട്ടത്തുള്ളൂ. അപ്പം ഇതേ സാധനത്തിന് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക് ഗിയറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു വെർഷൻ ഓഫ് റെഡ്യൂസ്ഡ് സ്പീഡ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പം ഒരു കോൺപുള്ളി മാത്രം ഉണ്ടെങ്കിൽ 2 എണ്ണം കിട്ടിയെങ്കിൽ 3 കോൺപുള്ളി ഉണ്ടെങ്കിൽ എത്ര എണ്ണം കിട്ടും, 6 എണ്ണം കിട്ടും. 3 ഡയറക്റ്റ് സ്പീഡും
മൂന്ന് ഇൻഡയറക്റ്റ് സ്പീഡ്. അതെ, മൂന്ന് ഡയറക്റ്റ് സ്പീഡ്. ഇൻഡയറക്റ്റ് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് റെഡ്യൂസ്ഡ് സ്പീഡ്. മൂന്ന് ഡയറക്റ്റും മൂന്ന് റെഡ്യൂസ്ഡ് സ്പീഡും കിട്ടും. അങ്ങനെ ടോട്ടൽ 6. ഇനി നോക്കാം ഇത് ഇദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്. അഡ്വാൻറ്റേജ് എളുപ്പമാണ്, ഈസി ഓഫ് മെയിൻ്റെനൻസ് അല്ലേ. കേട്ടില്ല. അത് പറയാം. അതായത് ഞാൻ ഇദ്ദേഹത്തിന് ആക്ച്വലി വരുന്ന മെയിൻ നമ്മളിൽ ഇരിക്കുന്ന കൗണ്ടർ ഷാഫ്റ്റ് വരയ്ക്കട്ടെ. ഇദ്ദേഹത്തിന്റെ കൗണ്ടർ ഷാഫ്റ്റ് വരയ്ക്കുമ്പോൾ ഇത് എങ്ങനെ വരും? ഇത് കോണ്ടാക്ട് വരുമ്പോൾ വലിയ ഗിയർ അല്ലേ വരേണ്ടത്. ഇത് കോണ്ടാക്ട് വരേണ്ടത് കുറച്ചൊരു മീഡിയം ഗിയർ. ഇത് കോണ്ടാക്ട് വരേണ്ടത് കുഞ്ഞു ഗിയർ അല്ല, പിനിയൻ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുള്ളി വെച്ചിട്ട് കണക്ട് ചെയ്യാൻ. ആ ആ അതായത് ഇതിപ്പോ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം കറങ്ങുന്നത് ഒരു സ്പീഡിലായിരിക്കത്തില്ലേ. ആ ആ ആ ആ സ്പീഡിനെ റെഡ്യൂസ് ചെയ്യും. ബാക്ക് ഗിയർ നിങ്ങൾ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ റെഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഒരു പെർസെന്റേജ് ഓഫ് റിഡക്ഷൻ ആയിരിക്കും വരിക. ഉം 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 ഓക്കെ. അതെ. ഉം 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 ഉം. ഞാൻ നിൽക്കുക, ഞാൻ ഇതാവട്ടെ ഒന്ന്. അപ്പൊ എപ്പോഴും ഒരു സ്പീഡേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. അല്ല അങ്ങനെയല്ല നമ്മളിപ്പോ പറയുന്നത്. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 6 കിട്ടുന്നല്ലേ പറയുന്നത്. അതായത് ഇല്ലല്ലോ, ബാക്ക് ഗിയർ എൻഗേജ്മെന്റിൽ 3 ഫർദർ റേഞ്ചസ് ഓഫ് റെഡ്യൂസ്ഡ് സ്പീഡ്. അതായത് ബാക്ക് ഗിയർ എൻഗേജ് ചെയ്യുമ്പോഴത്തേക്കും അഗൈൻ വീണ്ടും ഒരു 3 ഫർദർ ആയിട്ടുള്ള റെഡ്യൂസ്ഡ് സ്പീഡുകൾ കിട്ടും. അതായത് ബാക്ക് ഗിയറുമായിട്ട് അല്ലെങ്കിൽ അത് ആദ്യം ഒരു പുള്ളികൾ വെക്കുന്ന സമയത്ത് 3 പുള്ളികളാണ് ഉണ്ടെങ്കിൽ 3 കിട്ടും, ഡയറക്റ്റ് സ്പീഡുകൾ കിട്ടും 3. അതേസമയം നമ്മൾ ഡൗട്ട് അടിച്ചേട്ടാ, ആ സാധനം ചോദിച്ചപ്പോ എനിക്കിപ്പം അങ്ങനെ ഒരു സാധനം കത്തി. മനസ്സിലായി, പിടിയിട്ട്. അല്ല അല്ലല്ല ഈ സാധനമാണ് ബാക്ക് ഗിയറിന്റെ. ഇത് ഇതാണ് ആ ബാക്ക് ഗിയറിന്റെ സാധനങ്ങൾ. ഇത് പിനിയണും. ഇത് അല്ലല്ല, ബുൾ ഗിയർ ഈ താഴെ ഇരിക്കുന്ന സാധനത്തിനാണ് ബുൾ ഗിയർ. ഈ താഴെ ഇരിക്കുന്ന സാധനം ബുൾ ഗിയറും, അതേസമയം ഇത് ബാക്ക് ഗിയറിന്റെ പിനിയണും, ഇത് ബാക്ക് ഗിയറിന്റെ ഗിയറും. ബാക്ക് ഗിയറിന്റെ ഗിയർ എന്നും ഇത് ബാക്ക് ഗിയറിന്റെ പിനിയണും. അതേസമയം ഈ താഴെയുള്ള ഐറ്റത്തിനായിരിക്കും ബുൾ ഗിയർ എന്ന് പറയാ. അതെ.
അല്ല നമ്മളിപ്പം ഇത് ഇതിനെന്തെങ്കിലും ഒരു കോണ്ടാക്ട് വരണ്ടേ? ഇത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിലല്ലേ ഇത് പിന്നെ കറങ്ങത്തുള്ളൂ. അത് ഞമ്മപ്പം ഇതിപ്പം ഇതില് കണക്ട് ചെയ്തു, ഇതിനെ കണക്ട് ചെയ്യുന്നോണ്ട് ഇത് കറങ്ങുന്നോണ്ടാണല്ലോ ഇതിനെ പിടിച്ച് കറക്കാൻ വേണ്ടി പറ്റുക. അല്ലല്ല. അത് തൊട്ട് മുന്നേ നമ്മൾ ആ കണക്ഷൻ വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൾ ഗിയർ ചുമ്മാ നിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയായിരിക്കും ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആദ്യത്തെ കണ്ടീഷനില് ഈ ബുൾ ഗിയർ നമ്മുടെ ഷാഫ്റ്റ് ആ ഓക്കെ അത് ഓക്കെ അത് ഓക്കെ. എങ്ങനെയാണ് ഡയറക്ഷൻ ആണ് ഇത്. അതായത് ഇതിന്ന് മേലോട്ട് ഇതിന്ന് മേലോട്ടാണ്. അതായത് ഇപ്പം ഞാൻ ഇപ്പം ഇതിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്ന് വരുന്ന ആ പവറിനെ ആയിരിക്കും നമ്മൾ ഇതിന്ന് ഇങ്ങനെ പോയിട്ട്, അതായത് ഇത് കറങ്ങുന്ന കൊണ്ടുണ്ടാകുന്ന ആ ഒരു പവർ ഇല്ലേ, ഇത് കറങ്ങുന്ന കൊണ്ടുണ്ടാകുന്ന ആ ഒരു എത്രയാണോ RPM ആ സാധനത്തിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം കറങ്ങുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇദ്ദേഹം കറങ്ങും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലോട്ടായിരിക്കും അടുത്ത പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇത് വഴിയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഇപ്പം ഞാൻ രണ്ടാമത്തെ പുള്ളിയാണ് പിടിച്ച് കറക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പവറിലല്ലേ ഇത് ആവത്തുള്ളൂ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഇതിൽ ഇതാക്കുക. അപ്പൊ അതിന് ഇതായിട്ടായിരിക്കും ഇത് കറങ്ങുന്നത്. ഇത് കറങ്ങുന്ന വഴിയിട്ടായിരിക്കും നമ്മുടെ ഇരിക്കുന്ന ഹെഡ് സ്റ്റോക്ക് ഇതാക്കുക. ഓരോന്നിനാകുമ്പോൾ ഓരോ സ്പീഡ് കിട്ടും. അതാണ് ഞാനും പറഞ്ഞത്. ആ മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന കൗണ്ടർ ഷാഫ്റ്റ് ആണ്. ഇതല്ലേ ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയല്ല ഇരിക്കുന്നത്. ഇതിന് പാരലൽ ആയിട്ട് ഇനി ഇതിന്റെ പിറകെയാണ് ഈ സാധനങ്ങൾ വരിക. അതായത് ബാക്ക് ഗിയറിന്റെ ഒരു സെറ്റപ്പ് ഇതിന് ഒരു സൈഡിലുണ്ട്. ആ ആ അത്രേ ഉള്ളൂ. അതായത് ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇരിക്കുന്ന ബുൾ ഗിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടലി കിടന്ന് കറങ്ങി. ആ അതെ അതെ അതെ. അത് വേറത്. അല്ലാതെ ഇത് ബുൾ ഗിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. ബുൾ ഗിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പുള്ളിയാണോ കറങ്ങുന്നത് ആ കറങ്ങുന്ന അതേ സ്പീഡ് ആ ബുൾ ഗിയറിന് കിട്ടും. ഓക്കെ. ആ ബുൾ ഗിയറിന് കിട്ടാൻ ഇനി ബുൾ ഗിയർ ഒരേ സ്പീഡ് കറങ്ങും. അതെ, ഒരേ ഷാഫ്റ്റിലായതുകൊണ്ട് അത് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഒരേ സ്പീഡിൽ കിട്ടും. ആ ഒരേ സ്പീഡിൽ ഈസ് ഇൻ കോണ്ടാക്ട് വരുന്ന ആരാണ്? ഹെഡ് സ്റ്റോക്കുമായിട്ടാണ്. അപ്പൊ ഹെഡ് സ്റ്റോക്ക് അതേ സ്പീഡിൽ കറങ്ങും. ഓക്കെ. അപ്പൊ അത് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ എൻഗേജ് ചെയ്യുന്ന പിന്നിനെ നിങ്ങൾ എടുത്ത് മാറ്റുകയാണ് അല്ലെ. എൻഗേജ് ചെയ്യിക്കുന്ന പിന്ന് മാറ്റുമ്പോഴത്തേക്ക് എന്താ പ്രത്യേകത? ഈ ബുൾ ഗിയർ വെറുതെ ഇരിക്കും. ബുൾ ഗിയറിന് കറക്കമില്ല. ആ തൽക്കാലത്തേക്ക് കറക്കമില്ല. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ പവറിനെ ആർക്കെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ആ പവറിനെ ആരാ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന പിനിയനിലോട്ടായിരിക്കും ട്രാൻസ്മിഷൻ വരിക. ഓക്കെ. അങ്ങനെ പിനിയൻ വഴി ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു പിനിയൻ ആരുമായിട്ടായിരിക്കും കോണ്ടാക്ട് ചെയ്യുക? നമ്മളിൽ ഇരിക്കുന്ന ബാക്ക് ഗിയറിന്റെ ഗിയറുമായിട്ടായിരിക്കും കോണ്ടാക്ട് ചെയ്യുക. ആ അപ്പം ഇവിടെ ഇരിക്കുന്ന പിനിയൻ കറങ്ങുന്നതുകൊണ്ട് തന്നെ ആരുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? ഈ ബാക്ക് ഗിയറിന്റെ ഗിയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും ആ ഗിയറിലോട്ട് ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ഗിയർ കറങ്ങുന്നത് ഒരേ ഷാഫ്റ്റിലാണ്. ആരുമായിട്ടാണ്? ഈ ബാക്ക് ഗിയറിന്റെ പിനിയന്റെ ഒരേ ഷാഫ്റ്റിലാണ്. അപ്പൊ പിനിയനും കിടന്ന് കറങ്ങും. അപ്പൊ പിനിയൻ കിടന്ന് കറങ്ങുമ്പോൾ പിനിയൻ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും? നമ്മുടെ ബുൾ ഗിയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ആ ബുൾ ഗിയറിലോട്ട് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്മിഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗിയറിലോട്ട് കൊടുത്തു, പിന്നെ കൂടെ കൊച്ചു ഗിയറിലോട്ട് കൊടുത്തു. കൊച്ചു ഗിയറിൽ നിന്നും വലിയ ഗിയറിലോട്ട് കുറയ്ക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്? വീണ്ടും സ്പീഡ് കുറഞ്ഞു പോയി. മറ്റേതാണെങ്കിൽ ഒരൊറ്റ ട്രാൻസ്ഫർ ആയി ഒരൊറ്റ രീതിയിൽ സെയിം സ്പീഡിൽ കറങ്ങും. മറ്റേത് എങ്ങനെയല്ല, കുഞ്ഞു സ്പീഡിൽ പോകും.
അപ്പൊ സ്പീഡ് കുറഞ്ഞു, അങ്ങനെയായിരിക്കും സ്പീഡ് റിഡക്ഷൻ വരിക. അപ്പൊ ഇത് എത്ര പുള്ളി ഉണ്ടോ അത്രയും പുള്ളിയിലും സ്പീഡ് റിഡക്ഷൻ വരും. ഒന്നാമത്തെ പുള്ളിയിൽ ഇടുമ്പോഴത്തേക്കും ഒരു സ്പീഡ്, രണ്ടാമത്തേൽ അടുത്ത സ്പീഡ്, മൂന്നാമത്തേൽ അടുത്ത സ്പീഡ് എന്ന് പറഞ്ഞ രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ബാക്കി നാളെ നോക്കാം. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്